ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് നിങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള നല്ല മാർഗം അവനെ സ്നേഹിക്കുക എന്നത് ആകുന്നു. നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള നല്ല മാർഗം അവനെ സ്നേഹിക്കുക എന്ന് ആകുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 350-ാമത്തെ ദിവസം, ഈ മാസത്തെ 16-ാമത്തെ ദിവസം, ചൊവ്വാഴ്ച. നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള നല്ല മാർഗം അവനെ സ്നേഹിക്കുക എന്നതാണ്. സദൃശവാക്യക്കാരൻ പറയുന്നത് 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് ആണ്. ചൈനക്കാരുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്: മൃദുവായ സ്വരത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു കനത്ത വടിയുടെ ആവശ്യം നിങ്ങൾക്കുണ്ടാകില്ല. എത്രയോ വാസ്തവമായ കാര്യം. കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് സദൃശവാക്യക്കാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവശാസ്ത്രീയമായ പ്രസ്താവിച്ചതായ ഈ കാര്യം നമ്മൾ ശരിക്കും വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഒരിക്കൽ പ്രായോഗികമായി നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഗുണം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഒരുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നാൽ അത് ആരെങ്കിലും സ്വീകരിച്ചു എന്ന് വരാം. ഒരു കലഹം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയുവാൻ സാധിക്കത്തില്ല. ആ വിധത്തിലാണ് മനുഷ്യപ്രകൃതി എന്നും നമുക്ക് ഏവർക്കും അറിയാം. അജ്ഞാതനായ ഒരു ഗ്രന്ഥകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു തോക്കുകൊണ്ട് നടക്കണമെന്ന് നിർബന്ധമുള്ളവന് എപ്പോഴെങ്കിലും അതിൻ്റെ കാഞ്ചു വലിക്കുവാൻ നിർബന്ധിതനായിത്തീരും. മൃദുവായ വാക്കുകൾക്ക് തിരിച്ചടി ഉണ്ടാകുകയില്ല. ഒരുവൻ രോക്ഷാകുലനായി സംസാരിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നതിനായി അടുത്തു വന്നാലും ശാന്തമായ മറുപടിയോടുകൂടി സമാധാനപരമായി അവനോട് ഇടപെട്ടാൽ അവൻ ഏറ്റുമുട്ടാൻ ഇടയില്ല. മറിച്ച് അവൻ്റെ സംസാരത്തെയും നടപടിയെയും കുറിച്ച് അവൻ ലജ്ജ ഉള്ളവനായി തീരുകയും ചെയ്യും എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ. അമേരിക്കയിൽ ആദ്യം കുടിയേറി പാർത്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൈൽസ് സ്റ്റാൻഡിഷ് എന്നയാൾ എപ്പോഴും പോരാട്ടത്തിന് തയ്യാറായിരുന്നു. അയാൾക്ക് അതിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വില്യം പെൻ എന്ന മറ്റൊരാൾ സമാധാനപ്രിയനും സമരത്തിൽ വിമുഖനും ആയിരുന്നു. തൽഫലമായി സ്റ്റാൻഡിഷിനോട് പലപ്പോഴും ഭയങ്കരമായ ഏറ്റുമുട്ടലിന് അവിടുത്തെ റെഡ് ഇന്ത്യൻ വർഗക്കാർക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പെന്നിനോട് യാതൊരു വഴക്കും അവർ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവൻ സമാധാന പുരുഷനായിരുന്നത് കൊണ്ട്. യുദ്ധത്തിന് കാരണമായി തീരുന്നു. സമാധാനത്തെ ഉളവാക്കുന്നു. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളോട് കർക്കശമായി പെരുമാറുകയോ കോപത്തോടുകൂടി അന്യായമായി നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൃദുവായി ഉത്തരം നൽകുക. എതിരാളിയെ അഭിമുഖീകരിക്കുന്നതിനുള്ള ക്രിസ്തീയമായ മാർഗം അതാണ് ഇതേവരെ ആസൂത്രണം ചെയ്തിട്ടുള്ളതെങ്കിലും അത്ഭുതകരമായ സ്വയരക്ഷാ മാർഗവും അതുതന്നെയെന്ന് നമുക്ക് വേദപുസ്തകം പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാകും. ചൈനക്കാരുടെ പഴഞ്ചൊല്ല് മറക്കരുത്: നിങ്ങൾ മൃദുവായ സ്വരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു കനത്ത വടിയുടെ ആവശ്യം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്നാണ് അവർ പറയുന്നത്. നാം ഈ ഭാഗം ടോട്ടൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെപ്പോഴും പുഞ്ചിരിയോടുകൂടി സമാധാനപൂർവമായ ആക്രോശത്തോടു കൂടി അല്ലാതെ മറ്റുള്ളവരുടെ ആ നല്ല ഭാഗം മാത്രം കാണുകയും അവർക്ക് വേണ്ടിയിട്ട് സുഖചിന്തയോടുകൂടി മുമ്പോട്ട് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കും
എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവത്തിലൂടെ അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. അതിനായി നാം ചെയ്യേണ്ടത് വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിച്ച് അതിൻ പ്രകാരം അനുദപിക്കുകയും അതോടൊപ്പം തന്നെ 2 നേരമെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.